ഹലോ, ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായി രാവും പകലും എല്ലാം മഴയായിരുന്നു. ചെടികളെ ഒന്നും ശ്രദ്ധിക്കാനേ പറ്റിയില്ല. അതാ ഇന്ന് ഇച്ചിരി മഴയ്ക്ക് ഒരു ശമനമുണ്ട്. അപ്പോൾ ഇതാ ഇറങ്ങി നോക്കിയപ്പം എല്ലാ പൂക്കളും എല്ലാം വെള്ളം കൊണ്ട് ചീഞ്ഞിരിക്കുന്നു. മഴ വരുമ്പോൾ ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞാലും അത് വെള്ളം വീണ് 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 പിന്നെ പൂ അങ്ങ് ഇല്ലാണ്ടാവും. എന്നാ ചെയ്യാനാ, നമുക്ക് ഈ മഴയും കൊണ്ട് എന്നെ ഗുണമുണ്ട് ദോഷവും ഉണ്ട്. കൂടുതലും നമുക്കും മഴയും കൊണ്ട് ഗുണമേ ഉള്ളൂ അല്ലേ. പിന്നെ ദോഷമുള്ളതെന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം വരും, അതേ ഉള്ളൂ ഒരു ദോഷം. പിന്നെ എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഗാർഡനിലൊക്കെ ഇത് കണ്ടില്ല, ഇത് ഓർക്കിഡ്. ഇത് ഞാൻ മരത്തെ പിടിപ്പിച്ചായിരുന്നു, ചകിരിയും വെച്ചിട്ട് ചുറ്റി കൊടുത്തായിരുന്നു. ധാരാളം പിടിച്ചിട്ടുണ്ട്, നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇത്. പക്ഷേ വേറെ എന്തൊക്കെ ചെടി എൻ്റെ കൂട്ടത്തിൽ കയറി വരുന്നുണ്ട്. പിന്നെ നിങ്ങളവിടെ എന്തുണ്ട് വിശേഷം? നിങ്ങളുടെ ചെടികളും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ടോ? ഇത് കണ്ടോ, ഞാൻ തൊണ്ടിനകത്ത് വെച്ച ഒരു ഓർക്കിഡാണ്. വൈറ്റ് കളർ ചെറിയൊരു പൂവാണ്. ഇതിന് പിജൻ ഓർക്കിഡ് എന്ന് പറയും. വൈറ്റ് കളറിലെ പൂവും ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സാധാ ഓർക്കിഡും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് ഒരു ചെറിയൊരു ഫ്ലവറിങ് പ്ലാന്റാണ്. ഇതെൻ്റെ റോസ കണ്ടില്ല, മഴ പെയ്ത് ചീഞ്ഞ് കിടക്കുക എന്ന് വെച്ചാൽ നനഞ്ഞു പോയി, ഇനി ആ കൊള്ളത്തില്ലത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റോസയും ഗാർഡനും ഒക്കെ. ഈ മഴയുള്ളപ്പോഴേ നമുക്ക് പുറത്തിറങ്ങാനൊരു മടിയല്ലേ. പിന്നെ മഴ ഇന്ന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗാർഡനിലൊക്കെ ഇറങ്ങി ഒന്ന് എല്ലാവരും ഒന്ന് നോക്കണ്ടേ, എല്ലാവരും ഉണ്ടോ ഇല്ലയോ, അതോ എല്ലാവരും ഒക്കെ പോയോ. പിന്നെ ഇത് കുറേ എൻ്റെ അത്ര ഉണ്ട്. ഇത് നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട്. ഇതിനൊന്ന് വെട്ടി നിർത്തണം, നല്ല ബുഷിയാക്കി വട്ടത്തി റൗണ്ട് ഷേപ്പ് കൊടുക്കണം. ഇത്രയുണ്ട് നീളം, അതിനേക്കാളും പൊങ്ങിയത്. അപ്പം പിന്നെ കുറച്ച് നമ്മളെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഒന്നിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നാടൻ പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ പെൻറ്റാസ്, ഇങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നിച്ചിരിക്കുന്നുണ്ട്, ഒരു ഭംഗിയുണ്ട് കാണാൻ. പിന്നെ മഴയൊക്കെ ഇതൊക്കെ മഴ കൊണ്ടാലും കുഴപ്പമില്ലാതെ പോന്നു. പിന്നെ ഇതൊരു ഇലച്ചെടിയാണ്, നല്ല രസമുണ്ട്, നല്ല കോമ്പിനേഷനാണ്. ഇതിൻ്റെ ചെത്തി നിറയെ പൂവുണ്ട്. ഇത് ഹൈബ്രിഡ്, നമ്മൾ ചെറിയ ചെത്തിയില്ലേ, കുഞ്ഞു ചെത്തി, അതായത് ഇതിനെ ഞാൻ കുറേ വെട്ടാറുണ്ട്, എപ്പോഴും വെട്ടി. ഇത് കണ്ടോ, നമ്മുടെ റോസയൊക്കെ നമ്മുടെ കാട്ടിലും പൊങ്ങി വീടിൻ്റെ അവിടെ വരെയായി. അത്രയും നീളം വെച്ച് പൂക്കൾ പറിക്കാനും പറ്റത്തില്ല, അത്രയും ദൂരത്താണ്. കണ്ടില്ലേ, പൂ തൊട്ട ഉടനെ പൊഴിഞ്ഞു പോകും. ഇത് ഇന്നലെ എങ്ങാണ്ട് വിരിഞ്ഞ പൂവാണ്, ഫ്രഷ് അല്ല, അതുകൊണ്ടാണ് പൊഴിഞ്ഞു പോയത്. അപ്പോൾ ഇതാ അത്ര ഉള്ളായിരുന്നു വീഡിയോ. നമ്മുടെ ഗാർഡനൊക്കെ ഇങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും നമുക്ക് ഒന്ന് സെറ്റാക്കി വരണം. കുഴപ്പമില്ല, കണ്ടില്ലേ, ഇങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഗാർഡൻ. ഇവിടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ കണ്ട് നല്ല നിറച്ച് വെള്ളമുണ്ട്. മഴ ഉള്ളതുകൊണ്ട് ഇപ്പം നല്ല നിറച്ച് വെള്ളമുണ്ട്. മഴയൊക്കെ കണ്ട റോഡിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുക. നല്ല വൈബല്ലേ, ഞാൻ എന്നും കാണിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോസ്, എൻ്റെ ഷോർട്സൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അടുത്ത വീഡിയോ കൊണ്ട് പെട്ടെന്ന് വരാം.